ക്ഷമബ്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ അരുണിന്റെയും ഐശ്വര്യയുടെയും ഡിവോഴ്സ് കേസ് നടക്കണേ. ഐശ്വര്യയുടെ വക്കീല് പറയുന്നൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടണേ. 5 കോടി രൂപ അരുൺ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ അശ്വതി എന്ന സ്ത്രീയെ കൊലപാതക കേസിലെ ശിക്ഷ അനുഭവിച്ച ആളെ ആനന്ദ നിലയത്തിൽ വസുന്ധര, ശ്യാമ എന്നിവരുടെ ഒത്താശയോടുകൂടി അരുൺ ഇപ്പോ താമസിപ്പിച്ചിരിക്കുകയാണ്. അശ്വതിക്കൊപ്പം ശ്രീകുട്ടി എന്നൊരു കുട്ടി കൂടെ ഉണ്ട്. അത് അരുണിന്റെ കുട്ടിയാണോന്ന് ഐശ്വര്യക്ക് സംശയവും ഉണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ഒരു ഭാര്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു ചീറ്റിംഗ് ആണ്. കോടതി ആദ്യം അതിനാണൊരു പരിഹാരം കാണേണ്ടത്. എന്റെ കക്ഷി ഐശ്വര്യ നിഷ്കളങ്കയും സൽസ്വഭാവിയും സർവോപരി വിനയത്തോടു കൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. സൽഗുണസമ്പന്നയായ എന്റെ കക്ഷി ഐശ്വര്യയെ നിരന്തരം മാനസിക പീഡനങ്ങൾ അനുഭവിപ്പിക്കുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന ആളുമാണ് ഐശ്വര്യയുടെ ഭർത്താവായ ഈ നിൽക്കുന്ന അരുൺ. ഇത് കേട്ട് അവിടെ നിൽക്കുന്ന അരുണും എല്ലാവരും ഞെട്ടാണ്. ഇതിനെല്ലാം തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞാലേ ജഡ്ജ് ചോദിക്കും, അരുൺ എന്താ പറയാനുള്ളത്? യുവർ ഓണർ, ഈ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണ്. 250 പവൻ സ്വർണോ 5 കോടി രൂപയൊന്നും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അപ്പോ കോടതിക്കും അശ്വതി എന്ന സ്ത്രീ ആരാ, അതുപോലെ ശ്രീകുട്ടിയും എന്ന് ചോദിക്കുമ്പോ അരുൺ അതിന് മറുപടി പറയുന്നില്ല. കോടതി പറയും, ഈ കേസ് അടുത്ത 21-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കേസിന്റെ ദിവസം അശ്വതിയും കോടതിയിൽ ഹാജരാവേണ്ടതാണ്. ഐശ്വര്യയ്ക്കും മമ്മിക്കും സന്തോഷവും ശ്യാമയും എല്ലാവരും ആകെ വല്ലാത്തൊരവസ്ഥയിലാ. ശ്യാമയ്ക്ക് ഐശ്വര്യയോട് ഒന്നുകൂടെ ദേഷ്യം തോന്നുകയാണേ. അങ്ങനെ ശേഷം പിന്നീട് അവര് തിരികെ വീട്ടിലെത്തിയിരിക്കുക. ഇവർക്കാണെങ്കിൽ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ തന്നെ തോന്നില്ല. ഇത് സമയം സന്തോഷത്തിലാണ് അമ്മ പുറത്തേക്ക് വരുന്നത്. മോനെ, കേസ് എന്തായടാ? ഡിവോഴ്സ് നടന്നല്ലോ അല്ലേ? അരുണൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ആദ്യം ശ്യാമയും വരാ. എടാ ആദ്യം എന്തായടാ? ആദ്യം പറയും, മാറ്റിവെച്ച കേസ്. അരുണാണെങ്കിൽ ദേഷ്യത്തില് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേഴ്സ് ഒക്കെ എടുത്ത് എറിയാൻ തുടങ്ങുമ്പോഴേക്കും ആദ്യം എല്ലാവരും കൂടെ പിടിച്ചു വെക്കുക. എന്താടാ എന്നിങ്ങനെ അമ്മ വീണ്ടും വീണ്ടും ചോദിക്കാം. അരുൺ പറയും, എനിക്ക് മതിയായി, മടുത്തു അമ്മേ, എനിക്ക് വയ്യ. അപ്പോഴേക്കും അശ്വതിയും ശ്രീകുട്ടിയും അമൃതയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. വയ്യാണ്ടായി അമ്മേ, മടുത്തുപോയി, ആകെ മടുത്തുപോയി. വസുന്ധരമ്മ പറയും, മോനെ വിഷമിക്കാതെ. ആദ്യം പറയും, അരുണേ, ഇന്ന് ഡിവോഴ്സ് കേസ് ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഐശ്വര്യയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം. നേരെ ആവൂടാ, എല്ലാം നല്ല വഴിക്ക് തന്നെ വരും. ഐശ്വര്യ തെറ്റുകാരിയായിരുന്നു എന്ന് ഒടുവിൽ കോടതിക്ക് തന്നെ ബോധ്യമാവും. എങ്ങനെ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഐശ്വര്യ ഏത് പച്ചക്കള്ളവും പറഞ്ഞ് കോടതിയെ വിശ്വസിപ്പിക്കാൻ അവള് മിടിക്കുക. പിന്നെ എങ്ങനെയായിട്ടാ നമ്മൾ ജയിക്കുക? പിന്നെ എങ്ങനെ കോടതി വിധി കിട്ടുക? ഇല്ല, ഞാൻ രക്ഷപ്പെടില്ല. ഐശ്വര്യ അവൾ എനിക്ക് മോചനം തരില്ല. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി അവളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അവളെ കൊല്ലുക. എന്നിട്ട് ഞാൻ സമാധാനത്തോടു കൂടി ജയിലിൽ പോയി കിടക്കും. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും വല്ലാത്ത സങ്കടവും വിഷമവും തോന്നാ. അരുൺ പറയും, അമ്മേ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ചെയ്തിരിക്കും. ഐശ്വര്യയെ പരസ്യമായി ഞാൻ വെട്ടിക്കൊന്നിരിക്കും, ഞാൻ ചെയ്തിരിക്കും എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയണേ. എല്ലാവർക്കും ഇത് കേട്ട് വല്ലാത്ത സങ്കടാവാ. ശ്യാമേ എന്ന് അശ്വതി വിളിക്കുമ്പോ ശ്യാമ അരുണിന്റെ അടുത്തേക്ക് ചെല്ല. അരുണേട്ടൻ ഐശ്വര്യ ചേച്ചിയെ കൊന്നിട്ട് ജയിലിൽ പോവല്ലേ, തീരുമാനിച്ചുല്ലേ? ശ്യാമേ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്യാമ പറയും, ഈ നിൽക്കുന്ന അരുണേട്ടന്റെ അഭി എന്താ ചെയ്യാൻ പോകേണ്ടത്? പറയ്. ഇത്രയും നാളെ ഇയാളെ മാത്രം ഓർത്ത് ജീവിതത്തിൽ ഒരുപാട് വേദനിച്ച ആളാ അശ്വതി ചേച്ചി. എന്നിട്ട് ഇത് തന്നെയാണോ ചെയ്യേണ്ടത്? അല്ല ഏട്ടൻ പറ. അരുൺ അശ്വതിയെ ദയനീയായിട്ട് നോക്കുകയാണ്. ഓക്കെ, അതെല്ലാം പോട്ടെ. പിന്നെ ഈ കുഞ്ഞിനെ, അരുണേട്ടന്റെ ശ്രീകുട്ടി എന്ത് ചെയ്യണം? അതുകൂടി ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ, ഞങ്ങൾ കേൾക്കട്ടെ. ഇനി ഇവർ രണ്ടുപേരും ജീവിതം വേദനിപ്പിച്ച് തന്നെ കഴിയണല്ലേ? ഒരിക്കലും ഇവർക്കൊരു സന്തോഷം വന്നൂടാ. അതിനും സമ്മതിക്കില്ല അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ അരുണിന് ഒന്നുകൂടി വിഷമാവാ. ശ്യാമേ, ശ്യാമറിയും, ഏട്ടാ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാ. അഖിൽ സാറും ഞാനും അമ്മയും ആദ്യേട്ടനും എല്ലാം കുറെ നാളായിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നത്? അരുണേട്ടനും ശ്രീകുട്ടിയും അശ്വതി ചേച്ചിയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കഴിയാനല്ലേ? ആ ഒരു കാര്യം ഏട്ടനും ഓർക്കാത്തെ? കോടതിയിൽ ഐശ്വര്യടുത്ത് കള്ളം പറഞ്ഞോട്ടെ, അത് പറയാതെ നിൽക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. പക്ഷെ സത്യം അതെന്നായാലും മറന്നീക്കി പുറത്തു വരും. കോടതിയിലെ അവസാന വിജയം നമുക്കായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ കണ്ണനില് മനസ്സർപ്പിച്ചിരിക്കാ. അല്ല, ആരും എന്നെ വിശ്വസിക്കണ്ട, കൃഷ്ണനെ വിശ്വസിക്കാലോ. ഒടുവിൽ സത്യം തന്നെ വിജയിക്കും. അരുൺ എപ്പോഴും ഇങ്ങനെ കരയണേ, തളർന്നവിടെ ഇരുന്നു പോവാ. അശ്വതി പറയും, ശ്യാമേ, ഞാൻ ആകെ പേടിച്ചുപോയി. എന്തിനാ ചേച്ചി പേടിക്കുന്നത്? അരുണേട്ടൻ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അരുണേട്ടൻ ആരെയും കൊല്ലില്ല, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാണേ ശ്യാമ. ശേഷം പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഐശ്വര്യനും മമ്മീനെയാണ്. ഐശ്വര്യ പൊട്ടിച്ചിരിക്കുക. എന്റെ മമ്മി, ഇന്ന് കോടതിയില് അരുണും ശ്യാമയും നിൽക്കുന്നൊരു നിൽപ്പ് കാണായിരുന്നു. ആകെ ചമ്മി നാറി. ഓർക്കുമ്പോഴേ എനിക്കിപ്പോഴും ചിരി വരിക. മമ്മി പറയും, എന്നിട്ടേ പറടി മോളെ, കേൾക്കട്ടെ. നീ എന്താ? അപ്പോ ഐശ്വര്യ പറയും, എന്താവാനാ, ഇനി കോടതിയിൽ അശ്വതി ഹാജരാവണം. അരുണും അശ്വതിക്കും ശിക്ഷ ഉറപ്പാ. അപ്പൊ മമ്മി പറയും, വേണം, അങ്ങനെ തന്നെ വേണം. ആ അശ്വതി ഇരുമ്പഴിക്കുള്ളിൽ തന്നെ ആവണം. ഐശ്വര്യ പറയും, ഞാൻ കോടതിയിൽ വലിയ തുകയും ആഭരണമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തരാതെ ഈ ഡിവോഴ്സിന് കോടതി സമ്മതിക്കില്ല.
മമ്മി പറയും നന്നായി, അങ്ങനെ തന്നെ വേണം. പിന്നെ നമുക്ക് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ടായി മമ്മി. ആ ജയേഷ ആ പ്രശ്നത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്റെ മോൾക്ക് അതൊരു രക്ഷയായല്ലോ. പക്ഷെ ജയേഷ് തിരിച്ചറിഞ്ഞാല് എന്നെ രക്ഷിച്ചതിന് വലിയൊരു തുക ആവശ്യപ്പെടും, അതുറപ്പാ. മമ്മി പറയും ആവശ്യപ്പെട്ടാട്ടെ, എന്നാലും അതൊരു രക്ഷയായല്ലോ. അതൊരു ഭാഗ്യല്ലടി മോളെ. ജയേഷ് വരുമ്പോഴേക്കും ആനന്ദ നിലയത്തിലെ സ്വത്തൊക്കെ നമ്മള് അടിച്ചെടുത്ത് നമ്മള് വലിയ പണക്കാരാവും, അതെനിക്ക് ഉറപ്പാ. മമ്മി പറയും അതെ. അപ്പൊ പിന്നെ എന്റെ മോൾക്ക് 5-10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാലേ ചുള്ളു കേസല്ലേ. അതെടുത്ത ജയേഷിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേക്കണം, അത് ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കണം അവർ രണ്ടുപേരും. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ അവരുടെ വക്കീലിനെ വിളിക്കുക. അതെ സാർ, അശ്വതി ചേച്ചിയെ കോർട്ടിൽ ഹാജരാക്കിയാല് അത് വലിയ പ്രശ്നമാവില്ലേ? വക്കീല് പറയും അതെ, അത് ഞാന് കേസിന്റെ തുടക്കത്തിലേ പറഞ്ഞതാ, ഇത് ഐശ്വര്യക്ക് അനുകൂലാവും. അത് മാത്രമല്ല മറ്റൊരു വിവാഹം, അതിലൊരു കുഞ്ഞ്, അത് മറച്ചു വെച്ച് ഐശ്വര്യ വിവാഹം കഴിച്ചു എന്നുള്ളത് മറ്റൊരു ചീറ്റിംഗ്. കേസിൽ അരുണ് റിമാൻഡിലാകും. ശ്യാമയ്ക്കും സർ ഇനി എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഐശ്വര്യയെ സ്വാധീനിക്കുക, വല്ല പൈസ കൊടുത്തോ സെന്റിമെന്റ്സ് കാണിച്ചോ എങ്ങനെയായാലും ശരി മൊഴി മാറ്റി പറയാന് ഐശ്വര്യയെ പ്രേരിപ്പിക്കണം. ശ്യാമ പറയും അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ, അതിനുവേണ്ടി ശ്രമിക്കണം, അല്ലാതെ അരുണിനെ രക്ഷപ്പെടുത്താൻ വേറൊരു മാർഗവും ഇല്ല. ശ്യാമ ഇത് കേൾക്കുമ്പോ ആകെ ഒന്നുകൂടി വിഷമത്തിലാവാ. ശരി സാർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് ഹാളില് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുക. ഇത് കണ്ടായിരിക്കും ശ്യാമയും വസുന്ധരയും വരുന്നത്. അടുത്തേക്ക് വരുമ്പോ ഐശ്വര്യ കണ്ടിട്ടും കാണാത്ത പോലെ ഫോണിൽ നോക്കിയിരിക്കുക. ശ്യാമ ഒന്ന് സൗണ്ട് ഉണ്ടാക്കുക. ഇതാര്? ശ്യാമയും വസുന്ധരാമയോ? വാ ഇരിക്കി, എന്താ വിശേഷം? ശ്യാമ പറയും കോടതിയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കോടതിയുടെ കാര്യം കോടതിയിലെ, ഇത് വീടാ, ഇവിടുത്തെ കാര്യം ഇവിടെ, അത് മതി. അപ്പൊ ശ്യാമ പറയും അത് മതിയായിരുന്നു, പക്ഷെ വീട്ടിൽ വെച്ച് ചേച്ചി പറഞ്ഞ വാക്ക് കോടതിയിലെത്തിയപ്പോ തെറ്റിച്ചിരുന്നു. ഐശ്വര്യ പറയും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, മാത്രമല്ല കോടതിയിൽ കേസ് നടക്കല്ലേ, അപ്പൊ പുറത്ത് ഇത്തരം സംസാരങ്ങളൊന്നും പാടില്ലെന്നാ എന്റെ വക്കീൽ പറഞ്ഞത്. വസുന്ധരാമയ്ക്കും 251 പവൻ സ്വർണവും കോടിക്കണക്കിന് പണവും ഇവിടെ ആരാ തട്ടിയെടുത്തത്? ഈ ഐഡിയ വക്കീല് പറഞ്ഞെന്നാണോ? ഐശ്വര്യ ഒന്നും മിണ്ടുന്നില്ല. വസുന്ധരാമ പറയും വിവാഹം കഴിഞ്ഞു വന്ന് കൊണ്ടുവന്ന പണ്ടങ്ങളിലെ മുക്കാലും മുക്കുപണ്ടായിരുന്നു, നാണക്കേടോർത്ത ആരും ഒന്നും പുറത്തു പറയാണ്ടിരുന്നത്. ഇവിടെ ഫാക്ടറിയുടെ ആവശ്യത്തിന് അരുൺ എന്നാ നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ടത്? പറയി കേൾക്കട്ടെ. അപ്പോഴേക്കും അരുൺ അങ്ങോട്ട് വരാ. ഐശ്വര്യ പറയും ഞാൻ പറയില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കോടതി കാര്യങ്ങൾ കോടതിയില്. വസുന്ധര പറയും എന്ന് പറഞ്ഞാ നിനക്കിതിന് മറുപടി പറയാനില്ല അല്ലേ? ഐശ്വര്യ പറയും നിങ്ങൾ രണ്ടുപേരും എന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ ക്രോസ് ചെയ്യാതെ കോടതിയിൽ വെച്ച് ഫൈറ്റ് ചെയ്യും, എന്നിട്ട് ജയിച്ചു കാണിക്കേ. കോടതിയില് ഞാൻ പറയുന്നതാണ് ശരി, എനിക്കാണ് വിജയം. അത് പേടിച്ചാ ഇപ്പൊ രണ്ടും കൂടെ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നേ, എന്റെ ദയക്ക് വേണ്ടി. ഇന്ന് കോടതി കണ്ടത് വെറും സാമ്പിളാ. ഇനി ഐശ്വര്യ ആരാണെന്ന് അരുണും ഇവിടെയുള്ള എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അശ്വതി, അരുണിന്റെ അബി, അവളെ കോടതിയിൽ ഞാൻ നിർത്തിപ്പൊരിക്കും, ഐശ്വര്യ പറയുന്നത്. ഇതേ സമയം ഇതൊക്കെ കേട്ട് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് എപ്പിസോഡിന്റെ പ്രൊമോ ആണ്. ഇതിൽ കാണിക്കുന്നത് ഐശ്വര്യക്ക് എന്തൊക്കെയോ കൊടുക്കാന്ന് പറഞ്ഞ് സ്വാധീനിച്ചിരിക്കാം. വേറൊരു വക്കീലിനെ കാണാൻ പോയിരിക്കുക. വക്കീലോയ്ക്കും ഈ പ്രമാണത്തിൽ പറഞ്ഞതൊക്കെ ശ്യാമ തയ്യാറാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഡിവോഴ്സ് നടക്കാൻ വേണ്ടി ശ്യാമ എന്തൊക്കെയോ ഐശ്വര്യക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡ് പ്രൊമോയിലുള്ളത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്